കല്യാണം കഴിച്ച് ഉള്ളൊരു ജീവിതം, ജോലിക്കൊന്നും പോയിട്ടില്ലെങ്കിൽ സ്വതവേ എന്താണ്ടാവുക, രാവിലെ എണീക്കുന്ന, ഫുഡ് ഉണ്ടാക്കുന്ന, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, ഇതൊക്കെ തന്നെ. പിന്നെ സിനിമ, സീരിയൽ എന്നൊക്കെ പറയുന്നത് ഒരു ഇഷ്ടമുണ്ടായിരുന്നു പണ്ട് മുതലേ. അങ്ങനെയാണ് ഇതിലേക്ക്. ഈ ഗോഡ് ഫാദർ എന്നൊക്കെ പറയാൻ പറ്റിയ ആരാ പെട്ടെന്ന് നമുക്ക് ഈ സിനിമയിലും സീരിയലിലും ഒക്കെ ചാൻസ്? അതായത് ഗോഡ് ഫാദർ, അതായത് ചാൻസ് തന്നോ എനിക്ക് റോൺസൺ വിൻസൺ ആണ് എന്നെ സീരിയലിലേക്ക് കൊടുക്കുന്നത്. എന്റെ ഫോട്ടോ ബിഗ് ബോസിലൊക്കെ ഉള്ള അവനാണ് എന്റെ ഫോട്ടോ കാസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അപ്പൊ അതിനുശേഷം ജോസേട്ടൻ എന്ന് പറഞ്ഞ അതിന്റെ ഒക്കെ മെയിൻ ഹെഡ് ഏഷ്യാനെറ്റിലേക്ക് അയച്ചു കൊടുത്തിട്ട് എന്റെ ഫോട്ടോ അപ്രൂവ് ആയിട്ട് ഞാൻ പോയിട്ട് ചെയ്യുന്നത്. സൗന്ദര്യമുള്ള മുഖം കണ്ടാൽ അപ്രൂവ് ചെയ്യല്ലോ. പാടുന്ന എത്ര സമയം എടുത്തു ഇന്നത്തെ ഒരു മേക്കപ്പിന് വേണ്ടി? എന്ത് ചോദ്യാണ്! സൗന്ദര്യത്തിന്, നിന്റെ സൗന്ദര്യത്തിന് വെല്ലാൻ ആരുണ്ടെന്ന് ചോദിച്ച പോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഒറിജിനലി ഉള്ള അങ്ങനെയൊന്നല്ല, പിന്നെ ഒറിജിനലി മേക്കപ്പ് ഇടും സാധാരണ. എന്നാലും എത്ര സമയം എടുക്കും നോർമലി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി? നമ്മൾ ചെക്കന്മാർക്കൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ചെക്കന്മാരിന്റെ മേക്കപ്പിന്റെ കുറിച്ച് ആലോചിക്കാൻ നിൽക്കില്ലേ? അല്ല, അവരൊക്കെ പറയില്ലേ മറ്റേ പെൺപിള്ളേർ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ മറ്റേ പറയില്ലേ, പിന്നെ പുട്ടിന്ന് പറയൂലേ? അപ്പൊ ശരിക്കും എത്ര സമയം എടുക്കും നോർമലി? എന്തായാലും ഒരു 10-20 മിനിറ്റ് എന്തായാലും പിടിക്കും. ഈ ഏഷ്യാനെറ്റിലെ മൗനരാഗത്തിലെ കാർത്തിക അടിപൊളി റോളാണ്. ശരിക്കും ഈ വില്ലൻ കഥാപാത്രം ഒന്നല്ല, നമുക്ക് വില്ലൻ കഥാപാത്രം ആവുമ്പോ ഈ കാണുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഏതായി പെണ്ണ് ഇവൾ അടിക്കണം എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ അതല്ല, നമ്മൾ നായികയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ നെഗറ്റീവ് കിട്ടിയിട്ട് ഇപ്പം പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന്റെ ബെറ്റർ അല്ലേ, നല്ലതാണത്, വിജയാണ്. ഞാൻ എന്റെ അമ്മേന്റെ അടുത്ത് ചോദിച്ച് എങ്ങനെയാണ് ഈ മൗനരാഗത്തിന്റെ കുട്ടി ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഭയങ്കര പാവാട്ടോ, നമുക്ക് നായികേനൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോ ഞാൻ ചോദിച്ചു എന്താണ് ഇവരെ ക്യാരക്ടർ? അപ്പൊ പ്രകാശ് ചേട്ടന്റെ ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയാണ്. പെട്ടെന്നുള്ളൊരു ട്വിസ്റ്റ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ. അതെ, പെട്ടെന്നുള്ളൊരു ട്വിസ്റ്റ്. വർഷക്ക് വേണ്ടി എഴുതിയതായിരുന്നു. അതെനിക്കറിയില്ല, അത് റൈറ്ററോട് പക്ഷെ കിട്ടിയ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് കോൺഫിഡന്റ്. എവിടെയൊക്കെ കേട്ടൊരു ജൂനിയർ മഞ്ജു വാര്യർ ആണെന്ന്. പോകുമ്പോ മിഠായി വാങ്ങിച്ചാലാട്ടാ. മിഠായിൽ ഒതുങ്ങില്ല. എങ്ങനെയായിരുന്നു ആ ജൂനിയർ മഞ്ജു വാര്യർ? സ്വയം വിളിച്ചാണോ? അല്ല, എനിക്ക് മഞ്ജു ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി എന്റെ റോൾ മോഡലാണ് ചേച്ചി. അപ്പൊ പിന്നെ ചില കമന്റ്സിലൊക്കെ വരും ജൂനിയർ മഞ്ജു വാര്യർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കേൾക്കുമ്പോ സത്യം ഞാൻ എന്നെ തന്നെ എനിക്ക് വയ്യ, അതാണ് സംഭവം. അത് എന്തുകൊണ്ടാണ്? നമുക്ക് മഞ്ജു ചേച്ചിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചില ആളുകൾക്ക് അഭിനയം കൊണ്ടാണ് മഞ്ജു ചേച്ചിനെ ഇഷ്ടം. പക്ഷെ ചില ആളുകൾക്ക് മഞ്ജു ചേച്ചി പിന്നീട് ലൈഫ് കെട്ടിപ്പടുത്ത ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട്. ഒരുപാടായിട്ടുള്ള സിംഗിൾ പാരന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെ സിംഗിൾ വുമൺ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മഞ്ജു വാര്യർ. വർഷ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താന്ന് വെച്ചാല് എനിക്ക് മഞ്ജു ചേച്ചിന്റെ അഭിനയം ഇഷ്ടമാണ്. പിന്നെ മഞ്ജു ചേച്ചിന്റെ ഒരു തിരിച്ചുവരവുണ്ടല്ലോ, അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു തിരിച്ചുവരവായിരുന്നു ലൈഫിൽ ഉണ്ടായത്. അതെ.